നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. പെരുമ്പിലാവിൽ യുവതിയെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആൽത്തറ കൊടമുക്ക് തലപ്പള്ളി പറമ്പിൽ സജീവിന്റെ ഭാര്യ 33 വയസ്സുള്ള ആതിരയാണ് മരിച്ചത്. എടപ്പാളിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ ആതിരയെ ജോലി കഴിഞ്ഞ് വരേണ്ട സമയമായിട്ടും കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് രാത്രി 11 മണിയോടെ പൂയംകുളത്തിന് സമീപം ആതിരയുടെ സ്കൂട്ടർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. സമീപത്ത് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കുളത്തിൽ നിന്നും കണ്ടെത്തിയത്. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളത്ത് നിന്നും ഫയർഫോഴ്സ് എത്തി മൃതദേഹം പുറത്തെടുത്തു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. തിമിരയുടെ താളത്തിൽ തുടങ്ങി കേരളീയ വാദ്യ പാരമ്പര്യത്തിന്റെ ചരിത്രത്തിലേക്ക് മുഴങ്ങിക്കേറിയ പ്രശസ്ത തിമില കലാകാരനും ഗവേഷകനുമായ സന്തോഷ് ആലങ്കോടിന് ഈ വർഷത്തെ CA ഖാദർ സ്മാരക പുരസ്കാരം സമ്മാനിച്ചു. തവനൂരിൽ നടന്ന ചടങ്ങിൽ തവനൂർ MLA അഡ്വക്കേറ്റ് VS ജോയ് പുരസ്കാരം സമ്മാനിച്ചു. കേരളീയ വാദ്യകലകളെ ജനകീയമാക്കുന്നതിനും ഗവേഷണത്തിലൂടെ പാരമ്പര്യത്തെ സംരക്ഷിച്ച് പുതിയ തലമുറയിലേക്ക് കൈമാറുന്നതിനും നൽകിയ സമഗ്ര സംഭാവനകളെ മാനിച്ചാണ് പുരസ്കാരം. ഒരു കലാകാരൻ എന്നതിലുപരി പാരമ്പര്യത്തെ കാലത്തോട് സംവദിപ്പിച്ച ഗവേഷകനും ഗുരുവും സംഘാടകനുമാണ് സന്തോഷ് ആലങ്കോട്. 2010 സ്ഥാപിച്ച സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യവും 2012 രൂപം നൽകിയ സോപാനം സാംസ്കാരിക വിദ്യാഭ്യാസ ട്രസ്റ്റും വഴി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് പഞ്ചവാദ്യം, തായമ്പക, മേളം, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് തുടങ്ങിയ വാദ്യകലകളിൽ പരിശീലനം നൽകി വരുന്നുണ്ട്. 2011 201 കലാകാരന്മാർ അണിനിരുന്ന വാദ്യപ്രണവം, 2015 101 വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച താളവൈഖരി എന്നീ പരിപാടികൾ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരുന്നു. 2026 മാർച്ച് 8 ലോക വനിതാ ദിനത്തിൽ വനിതകൾ മാത്രമടങ്ങിയ മാതൃകാ പഞ്ചവാദ്യ സംഘത്തെ ഒരുക്കി വേൾഡ് റെക്കോർഡ്സ് ബുക്ക് ഓഫ് ഇന്ത്യയിലും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം നേടിയതും അദ്ദേഹത്തിന്റെ ശ്രദ്ധേയ നേട്ടങ്ങളിലൊന്നാണ്. വനിതാ പഞ്ചവാദ്യം 3 വാല്യങ്ങളിലായി പ്രസിദ്ധീകരിച്ച കേരളീയ വാദ്യ പാരമ്പര്യം എന്ന ഗവേഷണ ഗ്രന്ഥം കേരളത്തിലെ വാദ്യകലാ പാരമ്പര്യത്തിന്റെ സമഗ്ര രേഖപ്പെടുത്തലായി വിലയിരുത്തപ്പെടുന്നു. സോപാനം ആസ്ഥാനത്ത് 100 കണക്കിന് അപൂർവ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന റഫറൻസ് ലൈബ്രറിയും അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. വാദ്യകലാ പരിശീലനത്തിനപ്പുറം ലഹരി വിരുദ്ധ ബോധവൽക്കരണം, യുവജന ശാക്തീകരണം, വാദ്യോപകരണ നിർമ്മാണം, സാംസ്കാരിക വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലും സന്തോഷ് ആലങ്കോട് സജീവ സാന്നിധ്യമാണ്. ചടങ്ങിൽ വിവിധ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുത്തു. ഒരു തിമിലയുടെ താളത്തിൽ ആരംഭിച്ച യാത്ര ഇന്ന് ആയിരക്കണക്കിന് ശിഷ്യരുടെ ഹൃദയമിടിപ്പായി മാറിയിരിക്കുന്നു. താളത്തിന്റെ ഭാഷയെ ചരിത്രമാക്കിയ ആ സംഗീതയാത്ര തലമുറകളെ പ്രചോദിപ്പിച്ചുകൊണ്ട് ഇന്നും അനന്തമായി തുടരുകയാണ്. പാലയൂർ തർപ്പണ തിരുനാളിന് തുടക്കമായി. ജൂലൈ 11, 12 തീയതികളിൽ നടക്കുന്ന തർപ്പണ തിരുനാളിന്റെ ഭാഗമായുള്ള ദീപാലങ്കാരം സ്വിച്ച്-ഓൺ കർമ്മം ദിവ്യബലിക്ക് ശേഷം ചാവക്കാട് താലൂക്ക് തഹസിൽദാർ KT ബാബു നിർവഹിച്ചു. തുടർന്ന് നൃത്ത അരങ്ങേറ്റവും വർണ്ണമഴയും ഉണ്ടായി. ജൂലൈ 11 ശനിയാഴ്ച രാവിലെ ദിവ്യബലിക്ക് ശേഷം വീടുകളിലേക്കുള്ള അമ്പ്, വള, ശൂലം എന്നിവയുടെ ആശീർവാദകർമ്മം നിർവഹിക്കും. തുടർന്ന് രാവിലെ 8 മുതൽ വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പുമുണ്ടായി. വൈകിട്ട് 5:30 ആഘോഷമായി ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന, കൂട് തുറക്കൽ ശുശ്രൂഷ എന്നിവ ഉണ്ടായിരിക്കും. മോൺസിഞ്ഞോർ ജോർജ് മനാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് വർണ്ണമഴ ഉണ്ടായിരിക്കും. രാത്രി 10 മണിക്ക് അമ്പ്, വള, ശൂലം എഴുന്നള്ളിപ്പുകളുടെ സമാപനവും തുടർന്ന് ബാൻഡ് വാദ്യ സംഗമവും ഉണ്ടായിരിക്കും. ജൂലൈ 12 തോമാശ്ലീഹ തളിയക്കുളത്തിൽ തർപ്പണ അത്ഭുതം നടത്തി മാമോദിസം നൽകിയതിന്റെ ഓർമ്മ തിരുനാൾ ആഘോഷിക്കും. രാവിലെ 6:30 ദിവ്യബലിയും ഉണ്ടായിരിക്കും. രാവിലെ 10 മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാന നടക്കും. ഫാദർ വിൽസൺ പിടിയത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഡോക്ടർ റോയ് വടക്കൻ തിരുനാൾ സന്ദേശം നൽകും. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് തളിയക്കുളത്തിൽ ആഘോഷമായ സമൂഹ മാമോദിസ ഉണ്ടായിരിക്കും. മെൽബൺ രൂപത മുൻ അധ്യക്ഷൻ എമിരിറ്റസ് മാർ ബോസ്കോ പുത്തൂർ മുഖ്യ കാർമ്മികനാകും. വൈകുന്നേരം 4:30 ദിവ്യബലി, തിരുനാൾ പ്രദക്ഷിണം, തുടർന്ന് വർണ്ണമഴ, മെഗാ ഫ്യൂഷൻ എന്നിവ ഉണ്ടായിരിക്കും. ജൂലൈ 13 രാവിലെ 6:30 മരിച്ചവർക്കു വേണ്ടിയുള്ള ദിവ്യബലി, ഒപ്പീസ് എന്നിവയും ഉണ്ടാകും. അന്നേ ദിവസം വൈകിട്ട് 7 മണി മുതൽ ആൻഡോ സൗണ്ട് പാലയൂർ സ്പോൺസർ ചെയ്യുന്ന തൃശൂർ വള്ളുവനാട് ബ്രഹ്മ അവതരിപ്പിച്ച പകലിൽ മറഞ്ഞിരിക്കുന്നൊരാൾ എന്ന നാടകവും അരങ്ങേറും. അസിസ്റ്റന്റ് വികാരി ഫാദർ നിതിൻ താഴത്ത്, കൈക്കാരന്മാരായ ഫ്രാൻസി ചൊവ്വലൂർ, സേവ്യർ വാക്കയിൽ, ഫ്രാൻസിസ് CO, ഹൈസൻ PA, ജനറൽ കൺവീനർ ഷാജു താണിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകും. കടവല്ലൂർ പഞ്ചായത്ത് കല്ലുംപുറം ക്രിസ്ത്യൻ കോപ്പറേറ്റീവ് ഫെലോഷിപ്പിന്റെ
21ാമത് വാർഷികാഘോഷവും കുടുംബസംഗമവും ജൂലൈ 12 ഞായറാഴ്ച നടക്കും. വൈകിട്ട് 5 പുതിയതായി നവീകരിച്ച ഓഫീസ് മുഖമണ്ഡപം VTK സ്റ്റീൽ സ്ഥാപന ഉടമ VK രാജൻ ഉദ്ഘാടനം ചെയ്യും. പ്രസിഡന്റ് റെന്നി ചെറുവത്തൂർ അധ്യക്ഷത വഹിക്കും. തുടർന്ന് നടക്കുന്ന കുടുംബസംഗമം സീനിയർ അംഗം VM കൊച്ചു ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ SSLC, +2, ഡിഗ്രി, PG, പ്രൊഫഷണൽ കോഴ്സുകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിലെ വിശിഷ്ട വ്യക്തികളെയും പ്രാദേശിക മാധ്യമ പ്രവർത്തകരെയും ആദരിക്കും. സൈമൺ വൈദ്യർ സാറാമ സൈമൺ സ്മാരക എൻഡോമെന്റ് അവാർഡ് വിതരണവും നടക്കും. സന്തോഷകരമായ കുടുംബജീവിതം എന്ന വിഷയത്തിൽ എഴുത്തുകാരനും ടീച്ചർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് അധ്യാപകനുമായ PC തോംസൺ മാസ്റ്റർ ക്ലാസ് നയിക്കും. ആദ്യമെത്തുന്ന 100 പേർക്ക് പ്രത്യേക സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ മെഗാസ്റ്റാർ സർപ്രൈസ് സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പ്രസിഡന്റ് റെന്നി ചെറുവത്തൂർ, ജനറൽ സെക്രട്ടറി ഷിജു ചുമാർ, ട്രഷറർ ഷിജു താരുകുട്ടി, റിലീഫ് കൺവീനർ ജോസ് വൈദ്യർ എന്നിവർ നേതൃത്വം നൽകും. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജിന്റെ നേതൃത്വത്തിൽ സൈക്കോളജി വിഭാഗത്തിന്റെ സഹകരണത്തോടെ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി കൗൺസിലിംഗ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടർ ഷാജു മുഹമ്മദ് ഉണ്ണി അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരനും മോട്ടിവേഷൻ സ്പീക്കറുമായ PMA ഗഫൂർ മുഖ്യാതിഥിയായി. അൻസാർ ഉന്നത വിദ്യാഭ്യാസ PTA പ്രതിനിധി പ്രസീത പ്രദീപ്, അൻസാർ സ്കൂൾ പ്രിൻസിപ്പാൾ സാജിദ റസാഖ്, NAC കോർഡിനേറ്റർ സുനിയ ഇബ്രാഹിംകുട്ടി, സൈക്കോളജി വിഭാഗം മേധാവി KC നജ്മ എന്നിവർ സംസാരിച്ചു. കോളേജ് പ്രിൻസിപ്പൽ Dr. J. ഫരീദ സ്വാഗതവും IQAC കോർഡിനേറ്റർ ജൂബി ജോയ് നന്ദിയും പറഞ്ഞു. ചരമം പഴഞ്ഞി ചിറക്കൽ കിഴക്കുമുറി കുരിശുപള്ളിക്ക് സമീപം വാഴപ്പള്ളി വീട്ടിൽ ജോൺ നിര്യാതനായി 73 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് പഴഞ്ഞി ഇമ്മാനുവൽ മാർത്തോമ പള്ളി സെമിത്തേരിയിൽ നടക്കും. ജോളി ഭാര്യയും ജോഫി മകളുമാണ്. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.